വെൽക്കം ടു യൂണിക് സ്ട്രാറ്റജീസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു മോഡലും കൂടിയാണ് ഇത്. സോ എ പെർസെൻറ്റേജ് ബി മീൻസ് എ ഈസ് ഫാദർ ഓഫ് ബി. എ വന്നിട്ട് ഫാദർ ആണ് ബിയുടെ. ഈ ഒരു ഇതിൽ വന്നിട്ട് എയുടെ ജെൻഡർ മാത്രമേ നമുക്കറിയുള്ളൂ, ബിന്റെ അറിയില്ല. ഇത് ഫസ്റ്റ് വൺ, പെർസെൻറ്റേജിനെ കുറിച്ച്. രണ്ടാമത്തത് ഇങ്ങനത്തെ ഒരു സിമ്പിൾ. ഇതെന്താണെന്ന് വെച്ചാൽ എ ഈസ് സിസ്റ്റർ ഓഫ് ബി. ഇപ്പോഴും എന്റെ ഇത് മാത്രമേ അറിയുള്ളൂ, ജെൻഡർ മാത്രമേ അറിയുള്ളൂ. ആൻഡ് ഇത് വന്നിട്ട് എ ഈസ് ബ്രദർ ഓഫ് ബി. ഇപ്പോഴും ബിന്റെ ജെൻഡർ അറിയില്ല. നാലാമത്തത് ഹാഷ് എ ഈസ് മദർ ഓഫ് ബി. ഇപ്പോഴും നമുക്ക് ബിന്റെ ജെൻഡർ അറിയില്ല. ഓരോരോ കേസിലും ബിന്റെ ജെൻഡർ അൺനോൺ ആണ്. എ ഈസ് ഹസ്ബൻഡ് ഓഫ് ബി. ഇതില് നമുക്ക് ബിന്റെ ജെൻഡർ അറിയാം. എ വന്നിട്ട് ഹസ്ബൻഡ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്തായിരിക്കും? തീർച്ചയായിട്ടും വൈഫ് ആയിരിക്കും. ഈ ലാസ്റ്റ് കേസിൽ മാത്രമാണ് നമുക്ക് ബിന്റെ ജെൻഡർ അറിയുന്നുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും അറിയുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് അവർ പറഞ്ഞിട്ടുള്ളത് വാട്ട് വിൽ കം ഇൻ ദ ബ്ലാങ്ക് ഓഫ് ദി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത് റെസ്പെക്റ്റീവ്ലി. സച്ച് ദാറ്റ് ക്യൂ ഇസ് ദ ആൻഡ് ഓഫ് കെ. അപ്പൊ ക്യൂ തീർച്ചയായിട്ടും എന്താണ്? ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണ്. കെ വന്ന് എന്ത് വേണമെങ്കിലും ആവാം, ഫീമെയിൽ ആവാം, മെയിൽ ആവാം, നമുക്കത് പ്രശ്നമല്ല. പക്ഷെ ക്യൂ വന്ന് ആൻഡ് ആവണം. ഓക്കെ, ഫൈൻ. അപ്പൊ കെന്റെ ക്യൂ വന്നിട്ട് ആൻഡ് ആവണമെങ്കിൽ ഏതൊക്കെ തരത്തില്? ഒന്നെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ ബ്രദറിന്റെ വൈഫ് ആവാം, അല്ലേ? രണ്ട് തരത്തില് അല്ലേ നമുക്ക് വേറുള്ളൂ മാക്സിമം. ഓക്കെ, ഇനി ഫ്രം ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഈക്വേഷൻ അനുസരിച്ചിട്ടുള്ള ബ്ലഡ് റിലേഷൻ ചാർട്ടാണ് ഇപ്പൊ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ആർ ഹാഷ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഷിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പേഴ്സൺ ഇസ് മദർ ഓഫ് സെക്കൻഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഇസ് മദർ ഓഫ് സെക്കൻഡ് പേഴ്സൺ. ഇനി നെക്സ്റ്റ് ടി, ഈ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്. ടി വന്നിട്ട് സിസ്റ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ടി വന്ന് സിസ്റ്റർ ആയിരിക്കും പിന്റെ. ഇനി പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അറിഞ്ഞുകൂടാ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് എല്ലും ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്, പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. അപ്പൊ എൽ ഇസ് ഫാദർ ഓഫ് ടി എന്നാണ്. അപ്പൊ ഇവര് തമ്മിൽ കപ്പിളായിരിക്കും, എല്ലും ആറും. ഇനി നെക്സ്റ്റ് ടിയും കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയില്ല. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇതാണ്, കെ വന്നിട്ട് സിസ്റ്റർ ആയിരിക്കും എന്നിന്റെ. അതും നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടണം. കെയും ടിയും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടിയാലാണ് ഇതിനെ കൊണ്ട് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഈ രണ്ട് ഡയഗ്രാം ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് കിട്ടിയിട്ടുള്ളൂ. മെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ള രണ്ട് ബ്ലഡ് റിലേഷൻ ചാർട്ടാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോ നമുക്ക് ഓപ്ഷൻസ് വെച്ച് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹാഷും പിന്നെ ആൻഡ് സിമ്പിളുമാണ്. ഹാഷ് എന്താ പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ വന്ന് മദർ ആയിരിക്കും സെക്കൻഡ് പേഴ്സന്റെ. സോ ഞാൻ പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണ്. അതിൽ പി വന്നിട്ട് ഹാഷ് വെച്ച് പറഞ്ഞാൽ പി വന്നിട്ട് മദർ ആവും ആരുടെ? ക്യൂവിന്റെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ വരയ്ക്കാട്ടോ, ഫസ്റ്റ് ഓപ്ഷൻ അനുസരിച്ചിട്ട് ജസ്റ്റ് ഇവിടെ വരച്ച് കാണിക്കണേ. പി വന്ന് മദർ ആയിരിക്കും ആരുടെ? ക്യൂവിന്റെ. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് സിമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ടിക്കും കെയ്ക്കുമുള്ള റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ അറ്റ് ദ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് നോക്കൂ. അറ്റ് ദ റേറ്റ് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ വന്നിട്ട് മെയിൽ ക്യാരക്ടറും സെക്കൻഡ് പേഴ്സൺ വന്നിട്ട് എന്താണ്? ഫീമെയിൽ ക്യാരക്ടറുമാണ്. ഇവിടെ ടീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ അറ്റ് ദ റേറ്റ് ഞാൻ ഇട്ട് കൊടുത്തു എങ്കിൽ, നന്നായി ശ്രദ്ധിച്ചോളൂ, അറ്റ് ദ റേറ്റ് ഇവിടെ ഇട്ട് കൊടുത്തു എങ്കിൽ ടി എന്തായിട്ട് മാറും? മെയിൽ ക്യാരക്ടർ ആയിട്ട് മാറും. ടി ഇസ് ഹസ്ബൻഡ് ഓഫ് കെ എന്ന് പറയുമ്പോൾ ടി വന്ന് മെയിൽ ക്യാരക്ടർ ആയിട്ട് മാറും, അല്ലേ? അപ്പൊ നമുക്കൊരു കോൺട്രഡിക്ഷൻ വരില്ലേ? ഇവിടെ മെയിൻ പിക്കില് ടി വന്ന് ഫീമെയിൽ ആണ്, അപ്പൊ കോൺട്രഡിക്ഷൻ വരില്ലേ? അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ വരില്ല. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും വരില്ല. ഇനി അടുത്തതിലേക്ക് വരാം. ഇവിടെ പി ഓൾറെഡി നമുക്ക് മെയിൻ പിക്കില് മെയിൻ പിക്കില് വന്നിട്ട് നമുക്ക് പിന്റെ ജെൻഡർ അറിയില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഇതില് ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? P
പി വന്നിട്ട് ഹസ്ബൻഡ് ആയിരിക്കും ആരുടെ? ക്യൂവിന്റെ. ഓക്കെ, ക്യൂവിന്റെ ഹസ്ബൻഡ് ആയിരിക്കും. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതില് ഹാഷ് ആണ്. ഹാഷിന്റെ കാര്യം തിരക്കാൻ പോകുമ്പോൾ എ ഇസ് മദർ ഓഫ് ബി മീൻസ് ടി ഇസ് മദർ ഓഫ് ബി എന്നാണ് വരിക. ടി ഇസ് മദർ. ഓക്കെ, അത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ടി വന്ന് ഇവിടെ ഫീമെയിൽ ക്യാരക്ടർ ആണ്. സോ ടി ഇസ് മദർ ഓഫ് കെ. പിന്നെ കെ വന്നിട്ട് എന്താണ്? സിസ്റ്റർ ഓഫ് എൻ. ഈ ഒരു കേസിൽ അനലൈസ് ചെയ്യുക ക്യൂ വന്ന് ആൻഡ് ആണോ എന്നുള്ളത്. ഇപ്പോ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണല്ലോ പിയും ക്യൂവും. അപ്പൊ ക്യൂ വിൽ ബി ഫീമെയിൽ ക്യാരക്ടർ. ഇപ്പോ കെയുടെ അമ്മയുടെ ബ്രദറിന്റെ വൈഫ്. ഓക്കെ, ആൻഡ് ആയിട്ട് വന്നു. സോ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ബാക്കി രണ്ടും ഞാൻ ചെക്ക് ചെയ്യുന്ന മുന്നിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഇവിടെ അറ്റ് ദ റേറ്റ് ആണല്ലോ തന്നിരിക്കുന്നത് അല്ലെ? ഈ രണ്ട് കേസിലും അറ്റ് ദ റേറ്റ് ആണല്ലോ തന്നിരിക്കുന്നത്. പി വന്നിട്ട് മെയിൽ ക്യാരക്ടർ ആവും ഹസ്ബൻഡ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, ക്യൂ വന്നിട്ട് ഫീമെയിൽ ക്യാരക്ടർ ആവും. ഇത് ഓക്കെ ആണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് പേഴ്സൺ ഫീമെയിൽ ആയിരിക്കും, സെക്കൻഡ് പേഴ്സൺ എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ? ഇവിടെ വന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യൂ വന്ന് ആൻഡ് ആവോ കെന്റെ എന്നാണ്. അപ്പൊ കെന്റെ ജെൻഡർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഓക്കെ ആണ്. അപ്പൊ അതിന്റെ ഡയഗ്രാം എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വരച്ചേ കാണിച്ചു തരാം. ഇവിടെ ടി ഉണ്ട്. ടി വന്നിട്ട് സിസ്റ്റർ ഓഫ് കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കെ സിസ്റ്റർ ഓഫ് എൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വന്നിട്ട് ഇവിടെ ഇതിൽ വന്നിട്ട് പി ഉണ്ടല്ലോ, പി വന്നിട്ട് ഹസ്ബൻഡ് ഓഫ് ക്യൂ. അപ്പോ ഇതിൽ എന്താ ഉണ്ടായി? ഈ പറയുന്ന ക്യൂവും ഈ പറയുന്ന കെയും സെയിം ലൈനിലാണ് വരുന്നത്. അപ്പോ ജനറേഷൻ ഒരു പ്രീവിയസ് ജനറേഷനിലല്ലേ വരേണ്ടത് ആൻഡ് എന്നൊക്കെ പറയുന്നത്, സെയിം ജനറേഷനിലാണ് ഇതും വരില്ല. ലാസ്റ്റ് വൺ എന്ത് കാരണം വരുന്നതെന്ന് വെച്ചാൽ ഹാഷ് ആണ്. പി വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പി വന്നിട്ട് ആരാണ്? ക്യൂവിന്റെ ഹാഷ് എന്ന് പറയുമ്പോൾ മദർ ആയിട്ടാണ് വരിക. പി വന്നിട്ട് മദർ ആണ് ക്യൂവിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്ന് പോകുമ്പോൾ ഇവിടെ ടി ഉണ്ട് ഓൾറെഡി, ഇവിടെ 6. ഇതൊക്കെ നമുക്ക് മെയിൻ ഇതിലേക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ വന്നിട്ടുണ്ട്. പി ഇസ് ഹാഷ് എന്ന് പറയുമ്പോൾ പി ഇസ് മദർ ഓഫ് ക്യൂ. പിന്നെ എൽ എന്ന് തുടങ്ങുമ്പോൾ എല്ലും ടിയും നമ്മൾ വരച്ചു കഴിഞ്ഞു. ടീന്ന് കെയിലേക്കുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു സിമ്പിളാണ്. ഇപ്പൊ നമ്മൾ മുന്നിൽ കണ്ടല്ലോ അതേപോലെ. അപ്പോ അതിലെന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടി വന്ന് സിസ്റ്റർ ഓഫ് കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കെ ഇസ് സിസ്റ്റർ ഓഫ് എൻ. ഇവിടെ എന്താ ഉണ്ടായി? ക്യൂ വന്നിട്ട് ആൻഡ് അല്ല ആവുന്നത്. ക്യൂ വന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്കാണ് വരുന്നത്. കെ മുന്നിലത്തെ ജനറേഷനിലേക്ക് പോയി, അതാണ് ഇതില്ല. സോ ഫൈനൽ ആക്കിയിട്ട് നമുക്ക് പറയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.